എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബത്തിന് നല്ല രീതിയിൽ ഒരാൾ ചെലവ് ചെയ്താൽ, നിയ്യത്ത് നന്നാക്കിയിട്ട് ചെലവ് ചെയ്താൽ, അയാളുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിയിട്ട് അയാൾക്ക് അല്ലാഹു വിശാലത കൊടുക്കാമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഭക്ഷണത്തിനാവട്ടെ, വസ്ത്രത്തിനാവട്ടെ, താമസ സൗകര്യത്തിനാവട്ടെ ഏറ്റവും നല്ല രീതിയിൽ അതെങ്ങനെ ഏതെങ്കിലും രീതിയിലല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും പോയി പലിശയ്ക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്ന ആൾക്ക് ഒരിക്കലും ഭർത്താവായ താരമാകാൻ കഴിയില്ല. പിന്നെയോ ഹലാല് മാത്രം വിശുദ്ധ ഖുർആനാ പറയുന്നത്. അൻഫുസകും അഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നിങ്ങളുടെ ഭാര്യമാരെ നരകത്തിന്റെ വിറകുകളാക്കി തീർക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ കൊച്ചുമക്കളെ നരകത്തിന്റെ വിറകുകളാക്കി തീർക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിക്കുകയാണ്. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാദിഹി. ഹറാമിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ മാംസവും ഫന്നാറു ഔലാദിഹി, നരകമാണ് അതിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് പലിശ മുഖേനയുള്ള വരുമാന മാർഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മുടെ കയ്യിലുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തെ മാത്രമല്ല ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു പൈതങ്ങളെ പോലും നരകത്തിന്റെ വരകുകളാക്കി തീർക്കുമെന്നാ പുണ്യത് പറഞ്ഞത്. അതുകൊണ്ട് ഹലാല് മാത്രം സമ്പാദിക്കണം. ആ ഹലാലിൽ നിന്നാവണം തന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത്. ഹറാമിന്റെ ഒരംശം പോലും വന്നു ചേരാൻ പാടില്ല. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കണേ. നിങ്ങൾ ആരാണ് താരം? അത് ശ്രദ്ധിക്കണം. ആരാണ് തറി ഹദീസ് ശ്രദ്ധിക്കണം. സമയമില്ല, ഞാൻ കുറെ ഭാഗം വിട്ട് കളഞ്ഞിട്ട് വേഗം പോകും. ഏകദേശം എല്ലാ ഭാഗത്തൊന്നും എത്തിച്ചേരാമെന്ന് കരുതിയിട്ട്. അല്ല എങ്കിൽ എനിക്ക് തോന്നാണ് ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കൃത്യമായി പറഞ്ഞിട്ട് ബാക്കിയുള്ളത് രണ്ടാം ഭാഗം എന്ന നിലക്ക് വേറെ ഏതെങ്കിലും സദസ്സിൽ ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നാണ്. അത്ര ഗൗരവം ഓരോ വിഷയം, അത്ര ഗൗരവമാണ് ഓരോ വിഷയം. ഒരിക്കൽ അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ നല്ല ഉഷാറിൽ പോവാണ്. ആ സമയത്ത് സ്വഹാബികൾ ഇങ്ങനെ വിലയിരുത്തി, അത് അയാളാ പോണത് ഇങ്ങനെ ആണെങ്കിൽ അയാൾ ധാരമാകുമായിരുന്നു, അവരിങ്ങനെ വിലയിരുത്തി. അല്ലാഹുവിന്റെ ഹദീസ് വിലയിരുത്തി. നോക്കാം, നമുക്ക് ഹദീസിലേക്കൊന്ന് കടന്നു പറയാം. മഹാനായ കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, അന്നഹു ഖാല, മഹാനവറുകൾ പറയുന്നു, മർറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ. ശ്രദ്ധിക്കണേ, രാവിലെ കുളിച്ചു മാറ്റിയിട്ട് ജോലിക്ക് പോണ ആളാരാ? റസൂലുള്ളാഹി പറയാൻ അയാൾ ധാരമാണ്. സ്വഹാബികൾ പറഞ്ഞു, അയാൾ ഇന്ന ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അയാൾ ധാരമാകുമായിരുന്നല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് വിലയിരുത്തിയതാ. മഹാനായ കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു പറയാൻ, മർറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ. റസൂലുള്ളാഹിന്റെ അടുത്തുകൂടെ ഒരാൾ കടന്നുപോയി. ഫറാ സ്വഹാബുഹു മിൻ ജലദിഹി നശാതി. എന്തൊരു ഉഷാർ, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഉന്മേഷവാനായി അയാൾ ഇങ്ങനെ നടന്നു പോവാൻ. അപ്പോൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, എന്തൊരു ഉന്മേഷത്തിലാണ് പോകുന്നത് നബിയേ. അയാളുടെ ആ പോക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാനായിരുന്നെങ്കിൽ യാ നബി എന്ന അയാൾ തന്നെ അതില്ലേ ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ പറഞ്ഞ ഹാരം അയാളാവുകയില്ലേ? യാ ഹബീബല്ലാഹ്. അപ്പോഴാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി വിഷയത്തിന്റെ അകക്കാമ്പ് എവിടെ കിടക്കുന്നു? ഭർത്താവാണോ താരം പറയൂ, ചൊല്ലൂ സ്വലാത്ത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോട് പറഞ്ഞു, ഇൻ കാന ഖറജ അലാ ഔലാദിഹി സിഗാറാ, വീട്ടിനകത്തുള്ള കൊച്ചുമക്കളെയും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെയും അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഉപജീവനവും തേടിയാണ് അയാൾ പോകുന്നതെങ്കിൽ ഈ ധർമ്മസമരം ചെയ്യുന്നതിന് സമാനമാണ് അയാൾ സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല,
അയാളല്ല ഇയാളും താരമാണ് സ്വഹാബ. പുണ്യനബി എന്നും പറഞ്ഞു, ആളുകളോട് യാചിക്കാതിരിക്കാൻ ഞാനൊരു മനുഷ്യനോടും ഒരിക്കലും യാചിച്ച് ജീവിക്കുകയില്ല. പരസ്പരത്തെ എന്റെ ജീവിതത്തിന് ആവശ്യമായെടുത്ത് എനിക്ക് നീ നൽകണേ എന്ന നിയ്യത്തിലാണ് ഒരാൾ അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ, ഹലാല് മാത്രം കഴിക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ, അയാൾ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ സഹാബ അയാൾ പോകുന്നതും അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. തലബുൽ ഹലാലി ജിഹാദ് ചേർത്തു വായിക്കണേ എന്റെ പ്രിയമുള്ളവരെ. എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഹലാല് മാത്രം ഭക്ഷിക്കണമെന്ന് കരുതി ജോലിക്ക് പോകുന്നത് പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തു. ബദറിന്റെ രണാങ്കണം ഉണ്ടായത് ഈ മാസത്തിലാണല്ലോ, ബദർ യുദ്ധം നടന്നത് ഈ മാസത്തിലാണല്ലോ. ഖുർആനിനോട് പൊരുതിയിട്ട് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താനായി തന്റെ സ്വന്തം ശരീരത്തിന്റെ തലയും ഉടലും തമ്മിൽ വേർപെടുത്തേണ്ടി വന്ന രംഗം യുദ്ധത്തിലാണല്ലോ. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ശഹീദിന്റെ പ്രതിഫലമാണ്, ശുഹദാഇന്റെ പ്രതിഫലമാണ്, അതേപോലെയുള്ള സ്ഥാനമാണ്. ഹലാലായ ഭക്ഷണം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി ഉപജീവനം ചെയ്തു പോകുന്നതെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ മുഫാഖറ. ശ്രദ്ധിക്കണം, ഇതും കൂടെ ഞാൻ ചേർത്ത് വായിക്കാം. വിഷയമായിട്ട് വന്നല്ലേ പറയുമ്പോൾ പറയാം. ഇനി ഇയാൾ പോകുന്നതോ, ഇയാൾക്ക് മുഫാഖറൻ റിയാഅൻ ലോകമാന്യം. ആ നാട്ടിൽ ഏറ്റവും വലിയ വീടിൻ്റെതാണോ, അവന്റെ വീട്ടിന്റെ അകത്ത അവസ്ഥ എന്താ ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ വീട് അവന്റെ ബ്രാഹ്മണം. അതുകൊണ്ട് ഗൾഫിൽ 2 കൊല്ലല്ല 4 കൊല്ലം അടുപ്പിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. എന്ത് വീട് ജീവിതം ഉണ്ടായിട്ടില്ലേ വീട്? നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാണ് താരം? താരത്തെ കുറിച്ച് നടത്തിയ ആ ഒരു ചർച്ചയാണ് പുണ്യനബിയുടെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഗൾഫിൽ നിന്ന് ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, 3.5 കൊല്ലം ഇത് വാരക്കണം നാട്ടിൽ പോയിട്ട്. ഞാൻ ചോദിച്ചു എന്തേ? എന്നോട് ഞാൻ വീടിന്റെ അടിയിട്ടിട്ടില്ല. വീടിന്റെ അടിയിട്ടിട്ടില്ല, വീടിന്റെ ഫ്ലോറാണോ ജീവിതം? ഒരു പക്ഷേ പെണ്ണന്മാരിതൊക്കെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവും, വലിയ ഫ്ലാറ്റ്, വലിയ അഭിനയിക്കുന്ന പ്രവനം കയറി ഇറങ്ങുന്നത് ബംഗ്ലാവ് പോലെയുള്ള വീടുകളാണ്. അതുകൊണ്ടൊരു പക്ഷേ ഭാര്യ വരാൻ അയാളെന്ന് എന്നോട് പറഞ്ഞതാണ്. അയാളെന്നോട് പറഞ്ഞത്, ഭാര്യ പറഞ്ഞത് വീടിന്റെ ഫ്ലോർ ചെയ്തിട്ട് വന്നാൽ മതി എന്നാണ്. പെങ്ങളെ ജീവിതം അതാണോ? അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം വൈൻ ഖറജ യസാരിയൻ മുഫാഖറ. മറ്റുള്ള ആളുകളെക്കാളും മേന്മ നടിക്കാൻ വേണ്ടിയാണ് അയാൾ അധ്വാനിക്കാൻ പോയതെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി